ഹലോ എൻ്റെ മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കൃഷിത്തോട്ടത്തിലോട്ടൊന്ന് പാകുന്നു. രണ്ടുമൂന്ന് പച്ചമുളകൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ പറിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഉണക്കി ടിന്നിനകത്തിട്ട് വെക്കാം. കുറച്ച് ഉണക്കിയതിൽ തൈര് കൊണ്ടായിട്ട് ഉണക്കിയത് എൻ്റെ മരുമോന് കൊടുത്തിട്ട് മരുമോൻ കൊണ്ടുപോയി. പിന്നെ 5-6 ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കുഞ്ഞു മുറം. ഞാൻ പോവുക മുളക് വീഴ്ചാൻ കേട്ടോ. കണ്ടോ, ഞാൻ തന്നെ ഇത് പിടിക്കുന്നത്. എൻ്റെ കൂടെ ആരും വരുന്നില്ല. അവർ ആങ്ങളും പെങ്ങളും പെരയ്ക്കത്തിരിപ്പുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ പോയിട്ട് വരാം. ഞാൻ ഇങ്ങനെ വരുക. 2-3 ഉണ്ടമുളക് കൊണ്ട് പറിക്കാൻ. നേരത്തെ കിടക്കുന്നുണ്ട്. അന്നില്ലാണ്ട് എല്ല് പോത്തിൻ്റെ കാല് കൊണ്ടുവന്ന് കറി വെച്ചത് എൻ്റെ പൂച്ചയ്ക്ക് കടിക്കാനിട്ട് കൊടുത്തേക്കുക. ഇന്ന് ഞാൻ മുളകിനൊന്നും വെള്ളം കോരിയില്ലാണ്ട് എൻ്റെ മുളകൊക്കെ നിൽക്കുന്നുണ്ട. വെള്ളം കോരിയില്ലെന്ന് പറഞ്ഞാൽ ഇത് വെള്ളം കോരുന്നതിനും മനുഷ്യനും ഒരു ക്ഷീണമില്ലേ. എന്നും കുന്ന് കാലത്തും വൈകിട്ടെല്ലാം വെള്ളം കോരണം. കണ്ട എൻ്റെ പഴുത്ത മുളക്, നീല മുളകിൽ പഴുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വെച്ചത് അടത്തി കളയണ്ട, വെറുതെ എന്തിനാ പൊഴിഞ്ഞു വീഴുന്നത്. ഉണക്കി വെച്ചിരുന്നാലേ. ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം. ഇപ്പോഴേ വെച്ചാൽ നമുക്ക് പഴകഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ എടുക്കാമല്ലോ. വെച്ച് കളയണ്ട. ഇനി ഒന്നിനും വെള്ളം കോരിയില്ല കേട്ടോ. ഇത്ര മുളക് കിട്ടി. ഇനി അവിടെ നിൽപ്പുണ്ട് 2-3 എണ്ണം. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും? ചേച്ചിമാരും ചേട്ടന്മാരും അമ്മമ്മയും അപ്പനും അമ്മയും അച്ഛനും എല്ലാവരും എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഞാൻ ഈ മുളക് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പറിക്കട്ടെ. ഇതേ പറ്റത്തുള്ളൂ. 1 2 3 നോക്കട്ടെ. ഇനി ഇതിൻ്റെ കീഴിലാണ്ട് 3 മുളകുണ്ടായിരുന്നു കേട്ടോ. കാന്താരി മുളക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും കിട്ടി. ഇനി കാന്താരി മുളകുണ്ട്. എല്ലാം കൂടെ പറിച്ച് ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇനിയിപ്പം അങ്ങോട്ട് ചക്കയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആവത്തില്ലയോ. അപ്പം നമുക്ക് പറിച്ചുകൊണ്ട് വന്ന് ചക്കയ്ക്കൊക്കെ ഇട്ടൂടെ കുഞ്ഞുങ്ങളെ. ഒന്നിനും ഞാൻ വെള്ളം കോരിയില്ല കേട്ടോ. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഞാൻ കപ്പയുടെ തൈ കൊണ്ട് വെച്ച് നട്ട് മക്കളെ പിടിച്ചില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു കപ്പയുടെ തൈ പിടിച്ച് അത് നാറെ കപ്പയ്ക്കുണ്ട്. അതാ ഇന്നലെ ഞാൻ ഒരെണ്ണം പറിച്ച് തോരൻ വെച്ചത്. കണ്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ തോനും പൊക്കം ഉണ്ടെങ്കിലും പൊക്കം കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ കയ്യാഴ മുകളിൽ കയറിയുന്നോണ്ട് പറിക്കാനുണ്ട്. പിന്നെ എനിക്ക് ചുണ്ടയ്ക്കയുണ്ട്. പിന്നെ മലക്കറി മുളകിനകത്ത് കണ്ടേ പച്ച ഇത്തിരിയും പിടിച്ച് കിടപ്പുണ്ട്. അത് ഒത്തിരി പിടിച്ച് കിടപ്പുണ്ട്. ഇതിനകത്ത് പഴുത്തത് ഉണ്ടമുളക് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പഴുത്തത് ഉണ്ടടേ. ഉണ്ട്. കണ്ടോ വേണ്ട. ഇനിയും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നുമോൻ വരുന്നുണ്ട് പിടിക്കാൻ. മക്കളെ ഒരു മുളകും കൂടെ അധികം നിൽപ്പുണ്ട് മോനെ. ഞാൻ പറഞ്ഞു മക്കളെ, എൻ്റെ മുളക് കൊണ്ടുപോയിട്ടാ ഞാൻ കുറച്ച് എൻ്റെ മോന് കൊടുത്തിട്ടാണ്. ഇനിയിപ്പോൾ നല്ല ഇത്രയും പറിച്ച് തൈര് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഇത് എൻ്റെ പാവയ്ക്ക ഒരെണ്ണേ ഉള്ളത്. അത് ഉണക്കി വെച്ചോ. ഒരെണ്ണം ഉണക്കി നിൽപ്പുണ്ട്. ഇതാണ് ഇന്ന് പറിച്ചുകൊണ്ടിരുന്ന മുളക് കേട്ടെ. ഇത്രയുണ്ട്. ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ. എൻ്റെ കുഞ്ഞു കൃഷി കാണിച്ചു. ഇനി നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ വരട്ടെ. ഇപ്പോഴും കാണിക്കാം. ശരി എന്നാൽ വെക്കട്ടെ. ഞാൻ എല്ലാവരും തിരക്കുള്ള എൻ്റെ വിശേഷങ്ങൾ മക്കളെ.